ഹലോ, ഞങ്ങളിന്ന് പോകുന്നത് ദുബായ് അൽക്കിസേസിലുള്ള കേറ്റൽ മാർക്കറ്റിലാണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് പാലും മുട്ടയും അതുപോലെ തന്നെ നെയ്യും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ദൂരം. ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് പാലും അതുപോലെ തന്നെ മുട്ടയും നെയ്യും ഒക്കെ കൊടുക്കുമെന്ന്. ഞാൻ സത്യത്തിൽ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് തന്നെ. ഇതൊരു വലിയ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഗേറ്റ് 1 ഗേറ്റ് 2 അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് സത്യത്തിൽ ഇവിടെ വന്നാൽ ആരോടെങ്കിലും ചോദിക്കാതെ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ നാട്ടിലെ ആ ഒരു തൊഴുത്തിൻ്റെ ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇതിനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ക്യൂരിയോസിറ്റിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്ന കുട്ടികൾ അധികമൊന്നും നാട്ടിൽ ഇതുപോലെ പശുവിനെയും ആടിനെയും കാണാത്ത കുട്ടികൾക്ക് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. ഇവിടെ പാല് 1.5 ലിറ്ററോളം വരുന്നുണ്ട് കേട്ടോ. അത് 12 ദിർഹംസ് ആ ഒരു റേഞ്ചൊക്കെയാണ്. പിന്നെ നെയ്യ് ഇതുപോലൊരു ബോട്ടിലിൽ 35 ദിർഹംസ് ആണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ കോഴികളെ ഞാൻ കണ്ടില്ല, പക്ഷെ അവരുടെ കയ്യിൽ മുട്ടയുണ്ട്. അത് ഒരു ട്രെയിലാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്നത്. പക്ഷെ ഞങ്ങൾ മുട്ടയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കോഴീൻ്റെ ഫാമൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് അഴിച്ചു വിട്ട കോഴികൾ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ആടുകളാണ്. ഇവരെ മീറ്റിന് വേണ്ടി നിർത്തിയേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാത്തിനും ഇങ്ങനെ നമ്പരൊക്കെ അവർ സീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയത് വൈകിട്ടാണ് കേട്ടോ. ഒരു 4:30-5 മണി ആയിട്ടുണ്ട്. ഇവിടെ 4 മണി 3 മണി ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു കേട്ടോ പാലവർ കറന്ന് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പാൽ ആ സമയത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അധികം ആളുകളെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ആർക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. കുറച്ച് ഫാമിലീസൊക്കെ അങ്ങും നിൽക്കുന്നത് മാത്രമേ ഞാൻ കണ്ടോളൂ. തിരക്കൊന്നുമില്ലായിരുന്നു. ഒത്തിരി വലിയൊരു ഏരിയ ആണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് നമുക്കിത് ഫുള്ളിങ്ങനെ നടന്ന് കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. കുറേയൊക്കെ ഞാനിങ്ങനെ കാറിലിരുന്നാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഇവിടെ ഒത്തിരി പശു, അതുപോലെ തന്നെ കാള, പോത്ത്, പിന്നെ ആട്, പിന്നെ അതുപോലെ തന്നെ ചെമ്മരിയാടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്കതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ അവർ തിരിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഓരോന്നും ഓരോരുത്തരുടെ ഷോപ്പാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ആരോടെങ്കിലും ചോദിക്കണം മുട്ട എവിടെ കിട്ടും, പാലെവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കണം. അല്ലാതെ നമുക്ക് അറിയാൻ പറ്റൂല കേട്ടോ. ഇവരുടെ ഈ ഒരു തൊഴുത്തിൻ്റെ അകത്തോട്ട് തന്നെയാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് വാങ്ങിയ നെയ്യ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് ഉരുക്കിയെടുക്കുന്ന ആ ഒരു നെയ്യുടെ ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാലും മുട്ടയും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒത്തിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുന്ന പാൽ 1-2 ദിവസം നമുക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ മുട്ട ഞാൻ വാങ്ങിക്കണമെന്നും പറഞ്ഞാൽ പോയത്, പക്ഷേ കോഴിയുടെ ഫാം കണ്ടില്ല. അപ്പോൾ ട്രെയിൽ മുട്ട എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട്, ഇതിന് വേറെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതാണോ എന്ന്. അതുകൊണ്ട് ഞങ്ങൾ മുട്ടയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മുട്ടയ്ക്ക് റേറ്റ് വരുന്നത് ഒരു എഗ്ഗിന് 1 ദിർഹംസാണ്. അങ്ങനെയാട്ടോ അവർ പറഞ്ഞത്.
പിന്നെ ഇവരുടെ ഫുഡിൻ്റെ തന്നെ ഒത്തിരി ഗോഡൗൺ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് ഇവരുടെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾ ദുബായിലേക്ക് താമസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യും അതുപോലെ തന്നെ പാലും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.